ശ്രുതി, കത്ത് കൊടുത്തത് ആരാണെന്ന് സച്ചി കണ്ടുപിടിച്ചു. നവീൻദാസാണ് കത്ത് കൊടുത്തത്. ശ്രുതിക്ക് കത്ത് കൊടുത്തതെന്ന് അതിൻ്റെ പിന്നിൽ നവീൻദാസാണെന്നും നവീൻദാസ് കള്ളസ്വാമിയുടെ വേഷം കെട്ടി അമ്പലത്തിൽ വന്നതും എല്ലാം സച്ചി കണ്ടുപിടിച്ചിട്ടുണ്ട്. ശ്രുതി, എനിക്ക് തോന്നുന്നത് ഇനി നിൻ്റെ കാര്യം കഷ്ടമാവുന്നു. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ, അതാ നല്ലത്. സച്ചി ഇത്രയും പെട്ടെന്ന് സച്ചി അത് കണ്ടുപിടിച്ചോ ശ്രുതി. ഇനി നീ സൂക്ഷിച്ചോ, അതാണ് ഇനി നിനക്ക് നല്ലത് കേട്ടോ. സച്ചി എല്ലാം അറിഞ്ഞിട്ടാണ് അടുത്ത പരിപാടിക്ക് നീങ്ങാൻ പോണത്. എന്താണെന്ന് എനിക്കറിയില്ല, നീ ശ്രദ്ധിച്ചോ. ഇങ്ങനെ മീരയാണ് ശ്രുതിയോട് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയല്ല കത്ത് കൊടുത്തതെന്ന് ശ്രുതിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രോദയത്തിൽ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ ലക്ഷ്യം പണമല്ല, അവൻ വേറെന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തായാലും കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അവൻ എൻ്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് അവൻ തന്നെയാണ് ഫ്രോഡ് എന്ന് 100% ഉറപ്പാണ്. അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ എല്ലാവരും പറയേണ്ടത് അത് ശരിയാണ്, വെറുതെ വിട്ടിട്ട് ശരിയാവില്ല. എന്തായാലും വർഷ ശ്രീകാന്ത് പറഞ്ഞിട്ട് സച്ചേൻ്റെ പേര് ഇതിലേക്ക് വലിച്ചയച്ചില്ലേ, അപ്പോൾ ആരാണെങ്കിലും ആ ഫ്രോഡിനെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയാവൂ എന്നൊക്കെ പറയാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ, ഞാനല്ല കത്തുവിന് കൊടുത്തതെന്ന് മനസ്സിലായല്ലോ എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, പിന്നെ ആരായിരിക്കും അത് തന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വർഷ ശ്രീകാന്തും കൂടി ആലോചിച്ചിട്ട് വർഷ പറയണം, എന്തിനിപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കണേ, നമുക്കിതെല്ലാം പോലീസിൽ വിവരം അറിയിച്ചിട്ടൊരു പരാതി കൊടുത്താൽ പോരെ, അവർ നോക്കിക്കൊള്ളേ ബാക്കി എന്ന് പറയാണ്. ആ പറഞ്ഞ വഴിക്ക് പെട്ടെന്ന് ശ്രുതി പറയാണ്, അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ സച്ചി അതിന് മുൻപേ പറഞ്ഞു കേട്ടോ, ഒന്നെങ്കിൽ ശ്രുതി എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പ്രതിഫലമായിരിക്കും ഈ കത്തൊക്കെ. അല്ലെങ്കിൽ ശ്രുതിയുടെ ഭാര്യ പാർലട്ടത്തിൽ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ആയിരിക്കും ഇത്. പിന്നെ ഞാൻ എന്ത് കള്ളത്തരം കാണിക്കാനാന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ പറയുന്നുണ്ട്, വർഷ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ശ്രുതി പറയുന്നുണ്ട്, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് അതെന്താ കൊടുക്കണ്ടെന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ പറയാം, അത് ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കില്ലേ, പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി എടുത്ത പോലീസുകാർ കടയിലൊക്കെ കയറി ഇറങ്ങി നടക്കില്ലേ, അപ്പോൾ അത് ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കില്ലേ, ഞങ്ങൾക്കത് മോശപ്പേരാവില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും എല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. എന്നാൽ ശരി അത് വേണ്ട. അപ്പോൾ ശ്രുതി പറയും, എന്നാൽ ശരി അത് വേണ്ട, നമുക്ക് എന്താ ചെയ്യാം. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്തായാലും ഇപ്പോൾ ഈ കത്തിൻ്റെ കാര്യം തൽക്കാലം ഇവിടെ വിട്, ബാക്കി വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം അതിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ആ പ്രശ്നം അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. പോണ സമയത്ത് സച്ചി രേവതിയും പോകണില്ല. അപ്പോൾ സച്ചി പറയാണ്, രേവതി പാർലറായിട്ടൊക്കെ എന്തോ ഉണ്ടായിട്ടുണ്ട്, അവൾ ഭയങ്കര ഫ്രോഡ് തന്നെയാണ്, അവൾ ആ വിഷയത്തിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടതാണ് നമ്മളെ കാണുന്നത്, അവളതിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നത്, അതിലെന്തോ അവൾക്കാണ് ഇതിലെന്തോ ഉണ്ടായിട്ടുള്ളത്, എന്തായാലും ഞാനത് കണ്ടുപിടിച്ചേ അടങ്ങൂ എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ രേവതി പറയാണ്, ശരിയാണ് സച്ചേട്ടാ, എനിക്കും അങ്ങനെ തോന്നി എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞ് ശ്രുതി മീരേനെ വിളിക്കുകയാണ്. മീരേനെ പോയി കാണുകയാണ്. മീരേനെ പോയി കണ്ടിട്ട് സംഭവിച്ചതൊക്കെ പറയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ മീര പറയാണ്, നന്നായി ശ്രുതി, ഇനി നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും, ഇനി അത് ആരാ കത്ത് തന്നെന്ന് അന്വേഷിച്ചിട്ട് സച്ചി ഇറങ്ങും, അത് തന്നെ എനിക്കും പേടി മീര, അവൻ ഇറങ്ങി അവൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, അതിന് അവനൊരു പ്രത്യേക കഴിവുണ്ട് എന്നൊക്കെ പറയാണ് ശ്രുതി. അപ്പോൾ മീര പറയും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നീ ഇത് എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടും, സച്ചിനെ അവൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് തിരിക്കണം മീര, അതാണിപ്പോൾ വേണ്ടത്, അതിനാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരു വഴിയുണ്ട്, ആ വീഡിയോ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലെത്തണം എന്ന് പറയണം. പക്ഷെ നിനക്കത് പറ്റിയില്ലല്ലോ, നീ അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കട്ടിലുമ്മ കയറിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് നീ അവിടുന്ന് കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാണ്. അത് ശരിയാണ്, പക്ഷേ സച്ചിയുടെ ശ്രദ്ധ നവീൻദാസിന് തിരിച്ചേ പറ്റൂ, തിരിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ട പുകയാവും. അപ്പോൾ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയെങ്കിലും ആ വീഡിയോ എത്തണം, വീഡിയോ എത്തിയിട്ട് അത് നിൻ്റെ അമ്മായിയമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ പിടിച്ച് പുറത്താക്കില്ലേ, പാവല്ലേ രേവതി, അവളെന്ത് ചെയ്തു, അവളൊരു നല്ല കുട്ടികളെ ചോദിക്കുമ്പോൾ പാവം, നീ മിണ്ടരുത് നീ അവളെ പറ്റി, അവളാണ് എൻ്റെ പുറകെ നടന്നിട്ട് എല്ലാത്തിനും CID പണി ചെയ്യണത്, മീര നീ എൻ്റെ കൂടെ നിൽക്കാനാ, നീ എൻ്റെ കൂട്ടുകാരെ കണ്ടല്ലാണ്ട് അവളുടെ കൂടെ നിൽക്കാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മീരയോട് ദേഷ്യപ്പെട്ടാണ്. എന്തായാലും ആ വീഡിയോ കിട്ടണം, അതിന് നീ എന്നെ സഹായിക്കണം പറയണം. ഞാനെന്ത് ചെയ്യാനാ, നീ തന്നെ വീഡിയോ എടുത്ത് തരണം, എനിക്ക് എവിടുന്ന് സച്ചിയുടെ ഫോൺ കിട്ടാനാ, അതിനൊക്കെയുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നീ ഒരു കാര്യം ചെയ്യും, സച്ചിയുടെ വണ്ടി വാടകയ്ക്ക് വിളിക്കണ പോലെ ഒരു ഓട്ടം വിളിച്ചിട്ട് വണ്ടിയിലിരുന്ന് നീ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവണ പോലെ അഭിനയിച്ചിട്ട് സച്ചിയുടെ അടുത്ത് പറയണം, സച്ചിയുടെ ഫോണൊന്ന് മേടിക്കണം എന്ന് തരും, ഒരു കോൾ ചെയ്യാനാ പറഞ്ഞ് മേടിച്ചിട്ട് അതിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട് നീ എനിക്ക് അയക്കുക. അയ്യോ ഞാനത് അയച്ചെന്നെങ്ങാനും സച്ചി പറഞ്ഞാൽ, സച്ചി എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആളാണ്, അവനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ കാര്യം കട്ടപ്പോക്കെ. ശ്രുതി, എന്തിനാ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കണം, എനിക്ക് കുറച്ച് കാലം കൂടി ജീവിക്കണം, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ ഇത് ചെയ്തേ പറ്റൂ, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യില്ലേ, എനിക്ക് ഭയങ്കര പേടിയ ശ്രുതി, ഞാനിതിനൊന്നുമില്ല, എങ്ങാനും സച്ചിയുടെ അന്വേഷണം എൻ്റെ നേർക്ക് വന്നാൽ കഴിഞ്ഞു, അതോടെ തീർന്നു എല്ലാം എന്നൊക്കെ പറയാണ്.
അപ്പോൾ ശ്രുതി പറയും, അപ്പം നിനക്ക് എന്നോട് ഇത്രയേ ഉള്ളൂ സ്നേഹമല്ലേ, എനിക്കൊരു സഹായത്തിന് നീ ഉണ്ടാവില്ല അല്ലേ, ശരി ഞാൻ നോക്കാം എന്ന് പറയാണ് മീര. എനിക്ക് നല്ല പേടിയുണ്ട്, എന്നെ ഇതൊന്നൊന്ന് ഒഴിവാക്കി കൂടെ ചോദിക്കുമ്പോൾ ശ്രുതി എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറയണം. അങ്ങനെ മീര അവളുടെ വാക്ക് കേട്ടിട്ട് ചെയ്യാമെന്ന് വാക്ക് കൊടുക്കണം. അങ്ങനെ വാക്ക് കൊടുത്തിട്ട് അങ്ങനെ അവർ തമ്മിലൊരു ഡീലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സച്ചി നവീൻദാസ് സ്വാമിയായിട്ട് വേഷം കെട്ടി ഇരുന്നുണ്ടായിരുന്ന അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മാനേജർ, ദേവസ്വത്തിൻ്റെ മാനേജറെ കാണുമ്പോൾ, എന്താ സച്ചി ഇവിടെ, നീ അമ്പലത്തിലേക്കൊന്നും വരാറില്ലല്ലോ. അപ്പോൾ പറയും, അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോകും, കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിശ്വാസമൊക്കെ ആയി എന്ന് പറയുന്നത് സച്ചി. എന്താ നീ വന്നേ, തൊഴാനാണെങ്കിൽ വേഗം ചെല്ലേ പറയുമ്പോൾ, നല്ലോണം പ്രാർത്ഥിച്ചോ, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നൊക്കെ പറയുമ്പോൾ, അല്ല ഞാൻ തൊഴാൻ വന്നതല്ല, ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാണ്. അതേപോലെ ഒരു സ്വാമി ഇരുന്നാന്നല്ലേ, അദ്ദേഹത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നാൽ പറയാം. സ്വാമിയോ, അതൊരു ഫ്രോഡായിരുന്നു സച്ചി, അവനെ അമ്പലത്തിലേക്ക് അന്നദാനത്തിനാണ് പറഞ്ഞ ഉണ്ടികയും വെച്ച് എല്ലാവരുടെ അടുത്തുനിന്നും കാശ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവനെ പിടിച്ച് അവൻ്റെ കള്ളത്തിലൊക്കെ പൊളിഞ്ഞു, അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. അവൻ വെറും ഫ്രോഡായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചിക്ക് ഉറപ്പാവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കും, അവൻ ആരാന്നൊന്നും അറിയില്ല, പക്ഷേ ആളുകൾ അടിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മാനേജറെ വീഡിയോ എടുത്ത് സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സച്ചിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സച്ചി ആ വീഡിയോ കാണുമ്പോൾ കാണും നവീൻദാസാണ് അതെന്ന് മനസ്സിലാവും. പക്ഷെ നവീൻദാസാണെന്ന് പേരൊന്നും സച്ചിക്ക് അറിയില്ല, സച്ചിക്ക് ആളെ മനസ്സിലാവും. അപ്പോൾ ചോദിക്കും, ഇവനാണോ, ഇവൻ വെറും ഫ്രോഡാ പറയുമ്പോൾ, നിനക്കറിയാം ഇവനെ ചോദിക്കും. എനിക്കറിയാം, ഇവൻ വെറും ഫ്രോഡാണ്, ഒരു പ്രാവശ്യം ഞാൻ ഇവനെ അടിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ ഇവനെ പോലീസിൽ പിടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, ഇവൻ വെറും ഫ്രോഡാന്നൊക്കെ പറയാണ് സച്ചി. എന്തായാലും ഇനി ഇവൻ ഈ വഴി കൂടെ വരുമ്പോൾ എന്നൊന്ന് വിളിക്കണേ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവുകയാണ് നവീൻദാസാണ് ഇതിൽ ഫ്രോഡത്തരം കാണിച്ചേക്കണമെന്ന്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സച്ചിയുടെ ഫോൺ അടിക്കുകയാണ്. നോക്കുമ്പോൾ മീരയാണ്. പക്ഷേ മീരയാണ് സച്ചി കറിയില്ല. ഹലോ എന്താ മാഡം പറയുമ്പോൾ, എനിക്കൊരു ഓട്ടം പോകണം, എവിടേക്കാണ് മൈത്തുനകൾക്ക്. ഓക്കെ മാഡം എവിടെ നിൽക്കണം, ഞാൻ അപ്പം അങ്ങോട്ട് വരാം. ശരി അവിടെ നിന്നോളൂ, ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ സച്ചി വണ്ടി എടുത്തിട്ട് പോവാണ്. വണ്ടി എടുത്ത് പോകുമ്പോൾ ആരാണ് അവിടെ കാത്തിക്കുന്നത്, വേറെ ആരല്ല, ശ്രുതിയുടെ കൂട്ടുകാരി മീരയാണ്. നീയാണ് എന്നെ ഓട്ടം വിളിച്ചത്, പിന്നല്ലാതെ ഞാനല്ലേ വിളിച്ചത്. അപ്പോൾ നീ എന്തിനാ എന്നെ ഓട്ടം വിളിച്ചത്, എനിക്ക് നിൻ്റെ നമ്പറാണെന്ന് അറിയില്ലായിരുന്നു സച്ചി, എനിക്ക് എൻ്റെ കൂട്ടുകാരി തന്നതാന്ന് പറയാണ് മീര. എന്തായാലും നീ എന്നെ ഒന്ന് കൊണ്ടേക്കിത്താ പറഞ്ഞിട്ട് മീരോട് പറയണം. ശരി, എനിക്കിപ്പോൾ ആരായാലും എനിക്ക് ഓട്ടം കിട്ടിയാൽ മതി, കയറ്, ഞാൻ കൊണ്ടുപോയാക്കാൻ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ മീരോട് കയറാൻ പറയണം. അങ്ങനെ മീര സച്ചിയുടെ വണ്ടിയിൽ കയറി എന്നിട്ട് ചോദിക്കും, നീ എത്ര വർഷം തൊട്ട് വണ്ടി ഓടിക്കണം സച്ചി? ഞാൻ 18 വയസ്സ് മുതൽ. എന്ന് ചോദിക്കുമ്പോൾ, നീ പാർലറേട്ടത്തിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ, നീ എപ്പോഴും എന്തിനാ പാർലറേട്ടത്തിൻ്റെ കൂടെ നടക്കണം, അവൾ എൻ്റെ കൂട്ടുകാരിയല്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് ജോലിയൊന്നുമില്ലേ? ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യണത്. എന്നിട്ട് നിനക്കൊന്ന് നന്നായിക്കൂടെ, നീ എന്തിനാ അവളുടെ കൂടെ നടക്കണം, അവളെൻ്റെ കൂട്ടുകാരിയല്ലേ, അവളുടെ കൂടെ ബെസ്റ്റ് കൂട്ടുകാരി. അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, ശരി എന്ന് പറഞ്ഞതാന്ന് പറയും സച്ചി. അങ്ങനെ മീര പ്ലാനിങ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ചോദിച്ച സച്ചി ഫോൺ തരിക, നോക്കാം. ഫോൺ വിളിക്കുന്ന പോലെ അഭിനയിക്കപ്പെട്ട മീരയുടെ ഫോൺ എടുത്തിട്ട്, ഹലോ, ഫയലോ, ഫയൽ എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ വരാം. അയ്യോ, ഹലോ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറയും, അയ്യോ ഫോൺ ഓഫായല്ലോ സച്ചി, എൻ്റെ ഫോൺ ഓഫായിപ്പോയി, അർജൻറ്റ് കോളായെന്ന് പറയുമ്പോൾ സച്ചി എന്ത് ചെയ്യും? സച്ചി വേഗം ചാർജർ എടുത്തിട്ട് പറയും, ചാർജ് ഇട്ട് പറയും. അപ്പോൾ മീര ചാർജ് ചെയ്യണ പോലെ കാണിച്ചിട്ട് പറയും, അയ്യോ ഇത് പിന്നെ ശരിയല്ല, അപ്പോൾ ഈ പിന്നല്ല എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യേണ്ടേ പറയും. സച്ചിയുടെ ഫോണൊന്ന് തരുമോ? എൻ്റെ ഫോൺ എന്തിനാ നിനക്ക്? എനിക്ക് അർജൻറ്റ് കോളായതുണ്ടോ, ഒന്ന് തരുമോ ചോദിക്കും. എന്നാ വിളിക്കുക പറഞ്ഞിട്ട് സച്ചി ഫോൺ കൊടുക്കും. ഫോൺ കൊടുക്കുമ്പോൾ മീര അതിങ്ങനെ നോക്കിയിട്ട് വീഡിയോ തപ്പുമ്പോൾ, എന്താ നീ നോക്കിയോണ്ടിരിക്കണേ, നീ ഫോൺ വിളിക്കണില്ലേ? ഞാൻ നമ്പറൊന്ന് ഓർമ്മയിൽ നിന്ന് എടുക്കുക, 56 58 ലാസ്റ്റ് എന്ന് എനിക്ക് സംശയം സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ സച്ചി പറയും, വേഗം വിളിച്ചിട്ട് കാട്ടെ പറയുമ്പോൾ, അപ്പോൾ മീരങ്ങനെ തപ്പിയോണ്ടിരിക്കുമ്പോൾ വീഡിയോ കിട്ടി. അപ്പോൾ കിട്ടി വീഡിയോ, ഇത് ശ്രുതിക്ക് അയക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത്, എന്തായി നമ്പർ കിട്ടിയില്ലേ? കിട്ടി, വിളിക്കട്ടെ, ഞാൻ വിളിക്കാതിരിക്കണേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ശ്രുതിക്ക് അയക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിയുടെ ഫോൺ അടിക്കുകയാണ്. അപ്പോൾ അതെ, ആരാത്, രേവതിയാവും, ഇങ്ങോട്ട് തന്നേ പറയുമ്പോൾ, ഇപ്പോൾ തരാം സച്ചി, ഞാൻ വിളിച്ചിട്ട്, വേണ്ട നിന്നോട് തരാനല്ലേ പറഞ്ഞിട്ട് മീരയുടെ അടുത്തുനിന്ന് സച്ചി ബലമായിട്ട് ഫോൺ മേടിക്കുകയാണ്. ഹലോ രേവതിയെ, എന്താ വിളിച്ചേ ചോദിക്കുമ്പോൾ, സച്ചിയേട്ട എവിടെ വെക്കുമ്പോൾ, ഞാൻ ഓട്ടത്തിലാണ്, സച്ചിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല രേവതി, ഞാൻ ഓട്ടത്തിലല്ല, എപ്പോഴൊന്നും വരില്ല. സച്ചേട്ടന് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതെയോ, എനിക്കറിയാം, സച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്കറിയാമല്ലോ നിനക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമില്ലേ? ഉണ്ട്, പറച്ചിൽ മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനിപ്പോൾ അതെങ്ങനെ പ്രകടിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സച്ചി രേവതിയോട് സംസാരിക്കണം. അപ്പോൾ മീര അങ്ങനെ വിചാരിക്കണം, ഈശ്വരൻ ഇവൻ ഫോൺ തരുന്നില്ലല്ലോ, ഫോൺ തന്നാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീര. പക്ഷേ സച്ചി രേവതി സംസാരം നിർത്തണേ ഇല്ല. അപ്പോൾ ശരി സച്ചേട്ടാന്ന് ഞാൻ ഫോൺ വയ്ക്കാൻ പറയുമ്പോൾ, രേവതി ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, അതെ ആ കത്ത് കൊടുത്തവനെ പിടികിട്ടിട്ടോ, അമ്പലത്തിൽ ഞാൻ പോയിണ്ടായിരുന്നു, ആളെ മനസ്സിലായിട്ട് ആളെ പിടികിട്ടി,
അപ്പോൾ നമുക്ക് ഇനി അവൻ്റെ പിന്നാലെയാണ് എൻ്റെ കളി. ഞാൻ വിചാരിച്ചാൽ കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇനി സത്യം എന്താണെന്ന് നമുക്ക് അന്വേഷിച്ചറിയണം എന്നൊക്കെ പറയാണ് സച്ചി രേവതിയോട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ എനിക്ക് സച്ചിയേട്ടനോട് ഒരു കാര്യം പറയണം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ രേവതി അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശരി രേവതി ഓക്കെ പറയാണ്. അപ്പോൾ ശരി പറഞ്ഞു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എന്താവും, കാറ് മൈത്രി നഗറിലെത്തും. എന്നിട്ട് സച്ചി സൈഡ് ഒതുക്കിയിട്ട് മീരോട് പറയും, വണ്ടി നിർത്തിയിട്ട് പറയും, ഇറങ്ങിക്കോ. ഇറങ്ങി എന്തിന്, നീ പറഞ്ഞ സ്ഥലമെത്തി. അയ്യോ ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട് ഫോണും തരുമോ സച്ചി, ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട്. അതിന് നീ ഇറങ്ങിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് വിളിക്കുക, എനിക്ക് നേരെ ലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ മീരേനെ അവിടെ ഇറക്കി പൈസയും മേടിച്ചിട്ട് സച്ചി തിരിച്ചു പോകണം. അങ്ങനെ മീരയുടെ പ്ലാന് ചീറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കൂട്ടിലിട്ട വരികിനെ പോലെ ഇങ്ങനെ അകത്തുകൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിന് മുൻപേ ശ്രുതി കേട്ടിട്ടുണ്ട്. സച്ചി രേവതിയും കൂടി സംസാരിക്കുമ്പോൾ പാർവട്ടത്തിൻ്റെ കള്ളത്തരം ഞാൻ പൊളിക്കുന്നു പറയുന്നതൊക്കെ ശ്രുതി കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ടെൻഷനിൽ ശ്രുതി മീരയ്ക്ക് വീഡിയോ കിട്ടിയോ കിട്ടിയില്ലെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് മീരയുടെ ഫോൺ വരികയാണ്. എന്തായി മീര ചോദിക്കുമ്പോൾ പറയും, ഞാൻ സച്ചിയുടെ കാറിൽ കയറി സച്ചിയുടെ ഫോണും മേടിച്ചു. എന്നിട്ട് എന്താ നീ എനിക്ക് വീഡിയോ അയക്കാഞ്ഞേ. അപ്പോഴേക്ക് സച്ചിയുടെ രേവതിയുടെ കോൾ വന്നിട്ട് സച്ചി ഫോൺ തിരിച്ചു മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നിനക്ക് മേടിക്കായിരുന്നില്ലേ സച്ചിയുടെ അടുത്തുനിന്ന് ഫോണ്. അപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങേണ്ട സമയമായി. പിന്നെ അവൻ ചോദിച്ചപ്പോൾ തന്നില്ലേ. ഓ നീയൊക്കെ എൻ്റെ കൂട്ടുകാരിയാണ് ഇവിടെ, നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. ഞാൻ എന്താ ചെയ്യുക ശ്രുതി, എനിക്ക് പറ്റിയില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല. ഇനി സാരമില്ല, ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോഴാവട്ടെ. അവസരം കിട്ടുമ്പോൾ നീ പോയേ, ഇനി നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട, ഞാൻ ചെയ്തോളാം, എന്നെ കൊണ്ട് പറ്റുമോ നോക്കട്ടെ എന്ന് പറയാണ് ശ്രുതി. അപ്പം മീര പറയും, നീ പിണങ്ങല്ലടി. പിന്നെ ശ്രുതി ഫോൺ വയ്ക്കാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയണ്ടേ. ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക്. അതേ ഊമക്കത്ത് അയച്ചത് നവീൻ ദാസാണെന്ന് സച്ചി കണ്ടുപിടിച്ചു കൂട്ടാ പറയണേ. സച്ചി കണ്ടുപിടിച്ചോ? ഉവ്വ്. സച്ചി അമ്പലത്തിൽ പോയി സ്വാമിയെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ രേവതിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ ശ്രുതി, നിനക്ക് നിൻ്റെ ഭാഗം സേഫാക്കാൻ നീ എന്താ ചെയ്തോ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുകയാണ് മീര. മുന്നറിയിപ്പ് കൊടുത്തു. ശ്രുതി ഇത് കേട്ടോടുകൂടി ശ്രുതിയുടെ ഉള്ള ധൈര്യം മുഴുവൻ ചോർന്നു പോയി. ഈശ്വര സച്ചി അറിഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള ആ ടെൻഷനിലാണ് ശ്രുതി ഇരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരുന്നത് ഇന്നത്തെ. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ വീണ്ടും പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.